പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് ട്രെയിനാണ് പോയത്. 10:50 ട്രെയിൻ കണ്ണൂർ എത്തുമ്പോൾ 12:50 കണ്ണൂരിൽ നിന്നും വീണ്ടും യാത്രയുണ്ട് പറശ്ശിനിക്കടവിലേക്ക്. അമ്പലത്തിൽ ഞങ്ങൾ എത്തുമ്പോൾ സമയം ഉച്ച 2:15 വൈകുന്നേരം 4 മണിക്കാണ് നട തുറക്കുക. നട തുറന്ന ശേഷമാണ് പൂജയുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം ഊട്ടുപുരയിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രിയും ഊട്ടുപുരയിൽ ഭക്ഷണമുണ്ട്. വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയ പുഴയാണ്. പുഴയിൽ നിന്ന് കയ്യും കാലും മുഖവും കഴുകിയ ശേഷമാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ പുഴയിൽ നിന്ന് കയ്യും കാലും മുഖവും കഴുകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പപ്പ കാല് കഴുകുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. വൈകുന്നേരം 4 മണിയോടടുത്തിരുന്നു സമയം. ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാമെന്ന് തീരുമാനിച്ചു. അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ദൃശ്യങ്ങളെല്ലാം പകർത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ കാണുന്നതാണ് ചോറൂണ് കൊടുക്കുന്ന സ്ഥലം. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെ കൊച്ചുകുട്ടികൾക്കുള്ള ചോറൂണ് വഴിപാട് നടത്താവുന്നതാണ്. ഈ കാണുന്നത് അമ്പലത്തിന് മുമ്പിലുള്ള വിളക്കാണ്. തൊഴുത ശേഷം തേങ്ങാക്കൊത്തും മമ്പയറും പ്രസാദമായി ഞങ്ങൾക്ക് ലഭിച്ചു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 8 മണി വരെ തേങ്ങാക്കൊത്തും മമ്പയറും പ്രസാദമായി ലഭിക്കുന്നതാണ്. പ്രസാദം കഴിച്ച ശേഷം വഴിയോരത്തുള്ള കടകളിലൂടെ പർച്ചേസിംഗ് നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ പാവക്കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വാവാച്ചിയെ ഓർമ്മ വന്നു. വാവാച്ചി എൻ്റെ അനിയൻ്റെ മകനാണ്. ഏകദേശം 2 വയസ്സാണ് പ്രായം. അവന് വേണ്ടി 2 പാവട്ടോയ്കളെ ഞാൻ വാങ്ങി. അമ്മയും ചെറിയ ചില പർച്ചേസിംഗ് ഒക്കെ നടത്തി. 2 കുങ്കുമച്ചെപ്പ് വാങ്ങാമെന്ന് അമ്മ തീരുമാനിച്ചു. പർച്ചേസിംഗ് നടത്തിയ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്രയുടെ പൂർണ്ണരൂപം എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. എല്ലാവരും വീഡിയോ കാണണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണേ.